ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും ഒരേപോലെ ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേപ്പിൻ്റെ ഇല ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്രയും ചില സമയത്ത് മാത്രമേ നമുക്ക് വേപ്പിൻ്റെ മരം വീട്ടിലില്ലാത്ത ഒരാൾക്ക് തോനെ കിട്ടുള്ളൂ. ഒരിക്കലും നമ്മൾ പുറത്ത് പോയി കടയിൽ പോയി കൂടുതൽ വാങ്ങണം, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് തോനെ കിട്ടണം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഫ്രിഡ്ജില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. ഫ്രിഡ്ജുള്ളവർക്ക് പിന്നെ അത് നല്ലൊരു ബോട്ടിൽ, വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു ബോട്ടിൽ ഇത് ഓരോ ഇല ഊരി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം കേടുവരാതിരിക്കും. പക്ഷേ ഫ്രിഡ്ജില്ലാത്ത ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് വാടും. അപ്പോൾ അതിനുള്ള നല്ലൊരു ടിപ്സാണിത്. അപ്പോൾ ഇതേപോലെ എല്ലാ തണ്ടും ഒരുപോലെ വരുന്ന രീതിയിൽ ഒന്ന് കെട്ടി വെക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കുക. എല്ലാ തണ്ടും ഒരേപോലെ എത്തണുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഏതെങ്കിലും ഒരു തണ്ട് അതിലെത്താത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തണ്ട് പെട്ടെന്ന് തന്നെ ഇല കൊഴിഞ്ഞു പോകും. അപ്പോൾ എല്ലാ തണ്ടും ഒരേപോലെ വെച്ചിട്ട് വേണം കെട്ടാൻ. അത് മാത്രം ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. എല്ലാ തണ്ടും ആ വെള്ളത്തിലിരിക്കണം. പിന്നെ ഇതേപോലെ ഞാനിപ്പോൾ സിങ്കിൻ്റെ തൊട്ടടുത്താണ് വെക്കുന്നത്. എല്ലാം നല്ല വലിയ നമുക്ക് സിങ്ക് അല്ലാത്ത ഭാഗത്ത് നല്ല സ്പേസുള്ള നല്ല വലിയ വീതനൊക്കെ ഉള്ള ആൾക്കാരാണ് വെച്ചെങ്കിൽ അപ്പോൾ നമുക്ക് കവറിൻ്റെ ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ ഇതേപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉപകാരം. പാത്രം കഴുകണ സിങ്കിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ പേപ്പറിലൊക്കെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് വെള്ളം തെറിച്ചിട്ട് ആ പേപ്പർ നനഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 50 പൈസയുടെ സാധാ കീസായാലും മതി. അല്ല അതിൽ വലിയ കീസ് ഉണ്ട് വെച്ചെങ്കിൽ അത് നമുക്ക് എടുക്കാം, കവറുണ്ടെങ്കിൽ എടുക്കാം. ഈ 2 തലഭാഗവും ഇതിൽ കാണുന്ന പോലെ ഒന്ന് വെട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് കീറി കൊടുത്താൽ നല്ലൊരു ഈ പാത്രം നമുക്ക് വെക്കാനുള്ളൊരു വലുപ്പത്തിനുള്ള നല്ലൊരു ഇതായി കിട്ടും. അപ്പോൾ ഒരു ആട്ടയുടെ കവർ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 2 കവർ കാണിച്ചു തന്നത്. ഇതേപോലെ ചീന്തി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് വെക്കാം. ഇതേപോലെ ചെറിയൊരു ആട്ടയുടെ കവറായാലും മതി കേട്ടോ. അതൊക്കെ നല്ല ഉറപ്പുള്ള കവറുകളാണ്. 50 പൈസയുടെ കീസിനെക്കാട്ടും ഒന്നും കൂടി ഒരു ഉറപ്പുണ്ടാവും. ഇതേപോലെ 2 തല ഇതേപോലെ ഒന്നുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ നടുഭാഗം ഒന്ന് കീറി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരാഴ്ച വരെ പുറത്തിരിക്കും. അത് ഒരു 6 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ഒരുവിധം ഇലകളൊക്കെ കൊഴിഞ്ഞ് തുടങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ അധികം ഉണ്ടെങ്കിലൊന്നും നടക്കില്ല, എന്നാലും ഒരു 7 ദിവസം വരെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് വെക്കണം എന്താ വെച്ചെങ്കിൽ ഇതിൽ നിന്ന് ഇല കുടഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ അത് ഈ കവറിലേക്ക് വീഴും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കവറോ പേപ്പറോ വെക്കുന്നത്. ഇത് എന്തിനാണ് ഇപ്പോൾ ഇത് ഇത്ര കഷ്ടപ്പെട്ട് വെട്ടിയുണ്ടാക്കിയെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. അപ്പോൾ ഇതിന്നിപ്പോൾ ഇത് 3 ദിവസം കഴിഞ്ഞിട്ടോ. നേരത്തെ ഫസ്റ്റിലൊക്കെ ഞാൻ കാണിച്ചത് ഒരു 2 ദിവസമുള്ളതാണ്. ഇതിപ്പോൾ ഒരു 4 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ മുകളിൽ നിന്നൊക്കെ കറി വെക്കാൻ ഊരിയെടുത്തതാണ് ഇലകൾ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞാൽ അതിങ്ങനെ ഇല കുടയിൽ തുടങ്ങും. എത്ര വെള്ളത്തിൽ വെച്ചതാണെങ്കിലും അതിൽ നിന്ന് ഇല വീഴൽ തുടങ്ങും. അപ്പോൾ അത്രയും കിട്ടാത്ത ആൾക്കാരുണ്ടാവും. വേപ്പിൻ്റെ ഇലക്ക് അത്രയും ക്ഷാമമുള്ള ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ അത്രയും കേട് വരാണ്ട് കിട്ടാനാണിത്. അപ്പോൾ ഇതേപോലെ അടിയിലൊരു ന്യൂസ് പേപ്പറോ ഒരു കവറോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ താഴത്തേക്ക് വീണ ഇല നമുക്ക് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിനാണ് നമ്മൾ നല്ല വൃത്തിയിൽ നോക്കുന്നത്. അപ്പോഴാണ് നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഡെയിലി വെള്ളം മാറ്റാൻ നോക്കണം. ഈ കടഭാഗത്ത് ഇല ഇല്ലാണ്ട് നോക്കണം. ഏറ്റവും ഫസ്റ്റ് തന്നെ കടഭാഗത്തെ ഇലകൾ ഉപയോഗിക്കാൻ എടുക്കുക. ഈ വേപ്പിൻ്റെ ഇല നല്ല കറിയിലിട്ടാൽ നല്ല സ്മെല്ലാണ് പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അത് ഡെയിലി വെള്ളം മാറ്റിയിട്ടില്ലെങ്കിൽ ഭയങ്കര ചീത്ത സ്മെല്ലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫ്രിഡ്ജില്ലെങ്കിലും ഒരു 7 ദിവസം വരെയൊക്കെ നമുക്ക് പുറത്ത് നല്ല ഫ്രഷായിട്ട്, ഫ്രിഡ്ജിൽ വെക്കണേക്കാട്ടും നല്ല ഫ്രഷ് ഇലകളായിരിക്കും നമുക്കൊരു ദിവസം വെച്ച് നോക്കിയാൽ അറിയത്. 3 ദിവസം വരെ നല്ലതായിരിക്കും, 3-4 ദിവസം വരെ. അത് കഴിഞ്ഞാലാണ് പിന്നെയും ചെറിയതായിട്ട് ഇല കുടയിൽ തുടങ്ങുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് പ്രസ് ചെയ്യുക. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.